തമിഴ്നാട് തഞ്ചാവൂരിലെ നെൽപ്പാടങ്ങളിൽ വിളയുന്ന ജീരക സാമ്പ നെല്ലിനത്തിന് പാലക്കാട് ചാലിശ്ശേരിയിലെ പാടത്തും സമൃദ്ധമായ വിളവ്. ചാലിശ്ശേരി പെരുമണ്ണൂരിലെ കർഷകനായ KS രാജേന്ദ്രനും ഭാര്യ സുജാതയുമാണ് ജീരക സാമ്പയെ ചാലിശ്ശേരിയിലെ കൃഷിയിടത്തിലെത്തിച്ചത്. വ്യത്യസ്ത കൃഷിരീതികൾ പരീക്ഷിക്കുകയെന്നത് ചാലിശ്ശേരി പെരുമണ്ണൂരിലെ കർഷകനായ KS രാജേന്ദ്രന്റെയും ഭാര്യ സുജാതയുടെയും ഇഷ്ടങ്ങളിലൊന്നാണ്. അങ്ങനെയാണ് തമിഴ്നാട്ടിലെ ജനപ്രിയ അരിയായ ജീരകസാമ്പ ഇവിടെയും കൃഷി ചെയ്യാൻ ഇവർ തീരുമാനിച്ചത്. ഇതിന്റെ നെന്മണികൾ ജീരകത്തെ പോലെ ചെറുതാണ്. പുലാവ്, ബിരിയാണി എന്നിവയ്ക്ക് ഏറെ വിശേഷപ്പെട്ട അരിയാണിത്. വിജയിക്കുമോ എന്ന സംശയമുണ്ടായിരുന്നെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് വിത്ത് ശേഖരിച്ച് കൃഷി ഇറക്കി. ശ്രമം വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് രാജേന്ദ്രനും സുജാതയും. ഇത്തവണ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി തമിഴ്നാട്ടിലെ യാത്രകൾ ചെയ്യാറുണ്ട്. അപ്പം സുഹൃത്തുക്കൾ മുഖേനയാണ് ഈ തഞ്ചാവൂർ തറങ്ങളിൽ നിന്ന് ജീരക സാമ്പായെക്കുറിച്ച് അറിയുന്നതും കാണുന്നതും ഊണ് കഴിക്കുന്നതും. അത് അങ്ങനെ ഇവിടെ കൊണ്ടുവരാമെന്ന് കരുതി ഇവിടേക്ക് കൊണ്ടുവന്നു. വലിയ ശുശ്രൂഷയൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല, എങ്കിൽ പോലും നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. പുലാവിനും ബിരിയാണിക്കും ഒക്കെയാണ് പ്രധാനമായിട്ട് അവരത് ഉപയോഗിക്കുന്നത്. പലഹാരങ്ങൾക്ക് മറ്റുള്ളതിനും ഒക്കെ ഉപയോഗിക്കും. നല്ല നെല്ലിനമാണ്, മോശമല്ലാത്ത വിളവുണ്ടാവും. അപ്പോൾ അത് ഫലപ്രദമായിട്ട് ഇത് ചെയ്യാൻ കഴിഞ്ഞാൽ ഇനി ഈ കൃഷി തുടരണമെന്നുണ്ട്. പൂർണ്ണമായും ജൈവരീതിയിലാണ് കൃഷി. ഒരേക്കറിന് 1 ടണ്ണാണ് വിളവ് പ്രതീക്ഷിക്കുന്നത്. ഇത് ലഭിച്ചാൽ കൃഷി തുടരുമെന്നും രാജേന്ദ്രൻ പറഞ്ഞു. നാട്ടിലെ വിത്തുകൾ ഉപയോഗിച്ചുള്ള നെൽകൃഷിക്കാണ് ഇവർ പ്രാധാന്യം നൽകി വരുന്നത്. ചിറ്റേനി, തവളക്കണ്ണൻ, തൊണ്ണൂറാൻ, കട്ടമോടൻ, കുട്ടാടൻ, രക്തശാലി ഇവയെല്ലാം മാറി മാറി കൃഷി ചെയ്യാറുണ്ട്. ന്യൂസ് മലയാളം, പാലക്കാട്.